സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രത്യേക ലോകത്തേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. മരങ്ങളുടെ ലോകം. ഒറ്റനോട്ടത്തിൽ കാണുന്നതിനപ്പുറം മണ്ണിനടിയിൽ എന്തോ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത ലോകം തന്നെയാണത്. നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അതാണ്. പ്രത്യേകിച്ച് ഈ ലേഖനങ്ങളും ഗവേഷണ റിപ്പോർട്ടുകളുമൊക്കെ. അവ പറയുന്നത് മണ്ണിനടിയിൽ മരങ്ങൾ തമ്മിലൊരു ഒരു ആശയവിനിമയമൊക്കെ നടക്കുന്നുണ്ടെന്നാണ്. തീർച്ചയായും. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ സങ്കീർണമാണ് ആ ലോകം. ശാസ്ത്രജ്ഞർ ഇതിന്റെ പ്രാധാന്യം ശരിക്കും തിരിച്ചറിഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ. പ്രത്യേകിച്ച് ഈ മൈക്കോറൈസ എന്നൊരു വാക്ക് കാണുന്നുണ്ടല്ലോ, അതാണോ ഇതിന്റെയൊക്കെ അടിസ്ഥാനം? അതെ, മൈക്കോറൈസ. അതായത് ഈ ഫംഗസുകളും മരങ്ങളുടെ വേരുകളും തമ്മിലുള്ള ഒരു സഹജീവി ബന്ധം. അതാണ് കഥയുടെ തുടക്കം. ഓ, അപ്പൊ അതൊരു വെറും രണ്ടുപേർ തമ്മിലുള്ള ബന്ധമല്ല. അല്ല. ഈ ഫംഗസുകളുണ്ടല്ലോ, അവ മണ്ണിനടിയിൽ ഒരു വലിയ വല പോലെ പടരും. മൈസീലിയം എന്ന് പറയും. ഇത് മരങ്ങളുടെ വേരുകളെ തമ്മിൽ ബന്ധിപ്പിക്കും. അപ്പോ ഒരേപോലത്തെ മരങ്ങൾ മാത്രമല്ല, പലതരം മരങ്ങൾ തമ്മിലും ഈ ബന്ധം വരും, അല്ലേ? അതെ. ഒരേ വർഗ്ഗക്കാരും അല്ലാത്തവരുമെല്ലാം ഈ നെറ്റ്വർക്കിൽ വരും. ശരിക്കും ഒരു ഭൂഗർഭ ഇന്റർനെറ്റ് പോലെ. ഇന്റർനെറ്റോ? കൊള്ളാം. അപ്പോ ഇതുവഴി എന്താണ് കൈമാറുന്നത്? പ്രധാനമായും പോഷകങ്ങൾ, പിന്നെ വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു മരത്തിനധികമുള്ളത് മറ്റൊന്നിന് കൊടുക്കാൻ പറ്റും. ആഹാ, അത് കൊള്ളാം. പക്ഷേ ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇത് വെറും കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല, ഒരു തരം സംസാരം നടക്കുന്നുണ്ടെന്നാണല്ലോ. അതെങ്ങനെയാണ്? അതാണിതിലെ ഏറ്റവും രസകരം. ഈ നെറ്റ്വർക്ക് വഴി മരങ്ങൾക്ക് സിഗ്നലുകൾ അയക്കാൻ പറ്റും. സിഗ്നലുകളോ? എന്ത് തരം സിഗ്നലുകൾ? ഇപ്പോ ഒരു മരത്തിനെ എന്തെങ്കിലും കീടങ്ങൾ ആക്രമിച്ചു എന്നിരിക്കട്ടെ. ആ മരം എന്തു ചെയ്യും? ഈ ഫംഗസ് നെറ്റ്വർക്ക് വഴി അടുത്തുള്ള മരങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കും. ഓ, എന്നിട്ടോ? സന്ദേശം കിട്ടുന്ന മരങ്ങൾ അവ ഉടനടി അവരുടെ പ്രതിരോധ സംവിധാനം ഒന്ന് ഉഷാറാക്കും. അതായത് ആക്രമണം വരുന്നുണ്ട്, തയ്യാറായിക്കോ എന്ന രീതിയിൽ. അവിശ്വസനീയം. അപ്പോ ഒരുതരം സാമൂഹിക പ്രതിരോധം പോലെ. കൃത്യം, ഒരു സോഷ്യൽ ഡിഫൻസ് മെക്കാനിസം. ചില പഠനങ്ങൾ പറയുന്നത് ഇത് ഒരു തരം ഓർമ്മയുടെയും പഠനത്തിന്റെയും ഒക്കെ തുടക്കമായിരിക്കാം എന്നാണ്. ഇതിനിടയിൽ ഈ അമ്മ മരങ്ങൾ എന്നൊരു കാര്യവും കേട്ടല്ലോ, സൂസൻ സിമാഡിന്റെ കണ്ടെത്തലുകളില്. ആരാണ് ഈ അമ്മ മരങ്ങൾ? അത് പ്രധാനമാണ്. ഈ നെറ്റ്വർക്കിലെ ഏറ്റവും വലുതും പ്രായം ചെന്നതും ഏറ്റവും കൂടുതൽ കണക്ഷനുകൾ ഉള്ളതുമായ മരങ്ങളുണ്ടല്ലോ, അവയെയാണ് സൂസൻ സിമാഡ് അമ്മ മരങ്ങൾ എന്ന് വിളിച്ചത്. അവ ശരിക്കും ഈ നെറ്റ്വർക്കിന്റെ ഒരു കേന്ദ്രം പോലെയാണ്, ഹബ്ബുകൾ എന്ന് പറയാം. അപ്പോൾ ഈ അമ്മ മരങ്ങൾക്ക് എന്താണ് പ്രത്യേക ജോലി? ഈ അമ്മ മരങ്ങൾ അവയുടെ തൈകൾക്ക്, പ്രത്യേകിച്ച് സ്വന്തം ബന്ധത്തിലുള്ള തൈകൾക്ക്, കിൻസീഡ്ലിങ്സ്, കൂടുതൽ പോഷകങ്ങൾ, കാർബണൊക്കെ ഈ നെറ്റ്വർക്ക് വഴി എത്തിച്ചു കൊടുക്കും. സ്വന്തം തൈകളെ തിരിച്ചറിഞ്ഞിട്ട്? അതെ, ഒരു പരിഗണന കൊടുക്കും, ഒരു തരം കുടുംബസ്നേഹം പോലെ. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺ നെറ്റ്വർക്ക് ഓർമ്മ വരുന്നു. അതുമായി താരതമ്യം ചെയ്യുന്നുണ്ടെന്നും വായിച്ചല്ലോ. ഉണ്ട്. ഘടനയിൽ ചില സാമ്യതകളുണ്ട്. ഈ വനത്തിലെ നെറ്റ്വർക്കും നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കും രണ്ടും സ്കെയിൽ ഫ്രീ നെറ്റ്വർക്കുകൾ എന്ന വിഭാഗത്തിൽപ്പെടും. സ്കെയിൽ ഫ്രീ അതെന്താണ്? അതായത് ചില പ്രധാന നോഡുകൾ, ഇവിടെ അമ്മ മരങ്ങൾ പോലെ, ആ നോഡുകളാണ് ശൃംഖലയെ കൂടുതൽ ബന്ധിപ്പിച്ചു നിർത്തുന്നത്. ഇത് വിവരങ്ങൾ വേഗത്തിൽ കൈമാറാനും നെറ്റ്വർക്ക് എളുപ്പം തകരാതിരിക്കാനും സഹായിക്കും. അപ്പോ മരങ്ങൾക്ക് ഒരുതരം ബുദ്ധിയുണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് വലിയൊരു ചർച്ചാ വിഷയമാണ്. ബുദ്ധിയെന്ന് നമ്മൾ മനുഷ്യരുടെ അളവുകോൽ വെച്ച് പറയാമോ എന്നറിയില്ല. പക്ഷേ സങ്കീർണമായ പ്രതികരണങ്ങളും ആശയവിനിമയവും നടക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. ചില നാഡീരസങ്ങളെപ്പോലുള്ള രാസവസ്തുക്കൾ മരങ്ങളിൽ കണ്ടെത്തിയെന്നും കേട്ടു. അതും ശരിയാണ്. സെറോട്ടോണിൻ, ഗ്ലൂട്ടമേറ്റ് പോലെയുള്ളവ. ഒരു ഇല മുറിക്കുമ്പോൾ പോലും അവ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് വികാരമെന്നൊക്കെ വിളിക്കാമോ എന്നും തർക്കമുണ്ട്. ഇതൊക്കെ പുതിയ കണ്ടെത്തലുകളാണെങ്കിലും പഴയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ഈ തദ്ദേശീയരായ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നിരിക്കുമോ? തീർച്ചയായും. പല പഴയ സംസ്കാരങ്ങളിലും ഈ പ്രകൃതിയിലെ പരസ്പര ബന്ധത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. എല്ലാം ഒന്നുതന്നെ എന്നൊക്കെ പറയുന്നൊരു കാഴ്ചപ്പാട്. ശരിയാണ്. അതിതുതന്നെയാണ്. പടിഞ്ഞാറൻ ശാസ്ത്രം ഇപ്പോഴാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് കൂടുതൽ വരുന്നത്. ചിലയിടത്ത് മരങ്ങളെ മരങ്ങളായ മനുഷ്യരെന്നൊക്കെ വിളിച്ചിരുന്നു പോലും. അപ്പൊ ഈ അറിവ് വനപരിപാലനത്തിൽ വലിയ മാറ്റം കൊണ്ടുവരേണ്ട ഒന്നാണല്ലേ? വളരെ പ്രധാനം. ഇപ്പോഴത്തെ പല രീതികളും, പ്രത്യേകിച്ച് ഈ വെട്ടിത്തെളിക്കൽ, അത് ഈ മണ്ണിനടിയിലെ മുഴുവൻ സിസ്റ്റത്തെയും തകർക്കുകയാണ് ചെയ്യുന്നത്. ആ നെറ്റ്വർക്ക് അങ്ങ് നശിച്ചു പോകും. അതെ. പിന്നെ
ഒറ്റയ്ക്ക് മരം നട്ടുപിടിപ്പിക്കുന്ന തോട്ടങ്ങളുണ്ടല്ലോ, അവയ്ക്ക് ഈ ഒരു സാമൂഹിക പിന്തുണ കിട്ടില്ല. അതുകൊണ്ട് അവ പലപ്പോഴും ദുർബലമായിരിക്കും. അപ്പോൾ മരങ്ങൾ കൂട്ടമായി നിൽക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യം. കൃത്യമായി. പീറ്റർ വോലബൻ എന്നൊരാൾ നിരീക്ഷിച്ചിട്ടുണ്ട്. മരങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം പോലെയുണ്ട്. അവ ദുർബലരായവരെ സഹായിക്കും. ചിലപ്പോൾ മുറിച്ചുമാറ്റിയ മരക്കുറ്റികളെ വരെ വർഷങ്ങളോളം ഈ നെറ്റ്വർക്കിലൂടെ ഭക്ഷണം കൊടുത്ത് ജീവനോടെ നിർത്താൻ ശ്രമിക്കും. അവിശ്വസനീയം. അപ്പം മരങ്ങൾ വെറും ഒറ്റപ്പെട്ട മരങ്ങളല്ല, അവ ഒരു വലിയ സമൂഹം തന്നെയാണ്. മണ്ണിനടിയിലെ ഈ സംസാരം കാടിന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. അതെ, ഇത് നമ്മൾ പ്രകൃതിയെ കാണുന്ന രീതിയെ തന്നെ മാറ്റണം. ഒരു മരമെന്ന് പറയുന്നത് വെറുമൊരു തടിയല്ല, ഒരു വലിയ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു അംഗമാണ്. തീർച്ചയായും. ഈ വിഷയം റോബിൻ വാൽ കിമറർ പറയുന്നൊരു കാര്യമുണ്ട്, ആദരവോടെയുള്ള വിളവെടുപ്പെന്ന്. ഈ സസ്യലോകത്തോട് നമുക്കെങ്ങനെ കൂടുതൽ ആദരവും ഉത്തരവാദിത്വവും കാണിക്കാൻ പറ്റും എന്ന് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അടുത്ത തവണ കാണുന്നതുവരെ ഇതൊരു നല്ല ചിന്തയാണ്.